بسم الله الرحمن الرحيم والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാപങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തി കാംക്ഷിച്ച് ജീവിക്കാൻ പടച്ചോൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മുഹറത്തിൻ്റെ പ്രാധാന്യവും ഇസ്ലാമിക ലോകത്തിൻ്റെ കാലഗണന അഥവാ കലണ്ടർ രൂപപ്പെടാനുണ്ടായ ചരിത്ര പശ്ചാത്തലവും കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു. ഇസ്ലാമിക കലണ്ടറിൻ്റെ മാനദണ്ഡം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഹിജറയാണ് എന്ന് നമുക്കറിയാവുന്ന സംഗതി കൂടിയാണ്. അപ്പോൾ ഹിജറ വർഷത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഹിജറയുടെ പിറവിയിൽ ഏറെ സ്മരിക്കപ്പെടേണ്ടുന്ന സംഭവമാണ്, ചരിത്ര പശ്ചാത്തലമാണ് ഹിജറ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവം നമ്മിലേക്ക്, മുസ്ലിം ഉമ്മത്തിലേക്ക് ചേർത്ത് വായിക്കാനുള്ള ശ്രമമാണ് നാമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഹിജറ കലണ്ടർ എന്ന് പറയുന്നത്. ഹിജറയുടെ ആരംഭം റബീഉൽ അവ്വൽ മാസത്തിലാണെങ്കിലും ഒരു ഹിജറ വർഷത്തിൻ്റെ പിറവിയിൽ ഏറ്റവും അധികം സ്മരിക്കപ്പെടേണ്ട സംഭവമാണ്, ചരിത്രമാണ് ഹിജറ. എന്തായിരുന്നു യഥാർത്ഥത്തിൽ ഹിജറ? നമ്മുടെ കേട്ടുകേൾവിയിലുള്ള, നാമൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരു ഹിജറയുണ്ട്. മക്കയിലെ ഖുറൈശികളുടെ ഉപദ്രവങ്ങൾ, ഖുറൈശികളുടെ പീഡനങ്ങൾ, അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയിലെത്തിയ സന്ദർഭത്തിൽ മക്കയിലെ വിശ്വാസികളായ സമൂഹം അവരുടെ ജീവനിൽ രക്ഷ നേടി നാടും വീടും വിട്ട് അവർ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയത് മുഴുവൻ കൈയൊഴിഞ്ഞ് മദീന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അഭയം തേടിയ ചരിത്രമാണ് നമുക്ക് പരിചയമുള്ള ഹിജറ. ബോധപൂർവമോ അല്ലാതെയോ ഹിജറയെക്കുറിച്ച് ഇങ്ങനെ ഒരു ചരിത്രമാണ് നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് ഹിജറയ്ക്ക് ദേശപരിത്യാഗമെന്ന് അല്ലെങ്കിൽ പലായനം എന്ന് മലയാളത്തിൻ്റെ ശബ്ദധാരാവലി ഉപയോഗിച്ച് നമ്മൾ പറയാറുള്ളത്. പലായനം എന്ന പദത്തിന് മലയാളത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ജീവനിൽ ഭയമുള്ള ആളുകൾ ആ ജീവൻ നിലനിർത്താൻ വേണ്ടി മറ്റൊരു നാട് കണ്ടെത്തി യാത്ര ചെയ്യുക, ഓടുക എന്നാണ് അർത്ഥം. അള്ളാഹുവിൽ സാക്ഷി, ഈ ഹിജ്റ എന്ന പദപ്രയോഗം അതിൻ്റെ മലയാള വിവർത്തനം ഹിജ്റയുമായി ഒരു തരത്തിലുള്ള ബന്ധവും പുലർത്തുന്നതല്ല.
അങ്ങനെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി സുരക്ഷിതമായ ഒരു ഇടം അന്വേഷിച്ച് ഓടുന്നതിനല്ല ഹിജ്റ എന്ന് പറയുന്നത്. മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് ഹിജ്റകൾക്ക് മനുഷ്യ ചരിത്രം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കും കൂട്ടായിട്ടും ആളുകൾ ഇങ്ങനെ ദേശാന്തര യാത്രകൾ നടത്തി അവരിങ്ങനെ സ്വന്തം നാട് വിട്ട് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. മ്യാൻമറിൽ, ടിബറ്റിൽ, റോഹിംഗ്യയിൽ, ഫലസ്തീനിൽ, ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ അവരുടെ പ്രദേശം വിട്ട് ജീവനിൽ കൊതി തോന്നിക്കൊണ്ട് അങ്ങനെ നാട് വിട്ടോടുന്ന കാഴ്ച. അവസാനം ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രമായ ഇസ്രയേലിൽ നിന്നും അത്തരമൊരു കൂട്ടപ്പലായനം, അതിനും ലോകം സാക്ഷിയായി. യഥാർത്ഥത്തിൽ ഇതായിരുന്നില്ല ഹിജ്റ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വന്നനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നതിൻ്റെ പേരല്ല യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ ഹിജ്റയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി അവിടുന്ന് അതിനെ പരിചയപ്പെടുത്തിയ ഒരു വാക്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ആരാണ് ഹിജ്റ, ആരാണ് മുഹാജിർ, എന്താണ് ഹിജ്റ എന്ന് സൂചിപ്പിക്കുന്നിടത്ത് അൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വേണ്ടാത്തത് എനിക്കും വേണ്ട എന്ന് ഒരു മനുഷ്യൻ തീരുമാനിക്കുന്ന ധീരമായ ഒരു തീരുമാനമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ തീരുമാനത്തിനാണ് ഹിജ്റ എന്ന് പറയുന്നത്. റബ്ബ് വിലക്കിയതിനെ എനിക്ക് വേണ്ടതില്ല, റബ്ബ് നിരോധിച്ചതിനെ എനിക്ക് വേണ്ടതില്ല എന്ന് ഒരാൾ തീരുമാനിക്കുന്ന ആ തീരുമാനത്തിനെയാണ് യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ജീവനിൽ കൊതി തോന്നി അങ്ങനെ ഒരു ഓട്ടം വെച്ചു കൊടുക്കുന്നതിനല്ല ഹിജ്റ എന്ന് പറയുന്നത്. സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമല്ല ഹിജ്റ. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഹിജ്റയുടെ വേളയിൽ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയുള്ള ഈമാനിക ദൃഢതയുള്ള വിശ്വാസി സമൂഹം, മഹാന്മാരായ സഹാബെ കിറാമുകൾ ഹിജ്റ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹിജ്റയെക്കുറിച്ച് സഹാബത്തിന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാചകമുണ്ട്. ഫമൻ കാനത്ത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും ഹിജ്റ ചെയ്യുന്നത് അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനും വിധേയപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ ഹിജ്റയാണ് പടച്ചവൻ പരിഗണിക്കുന്നത് കേട്ടോ. ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ ഹിജ്റയാണ് പടച്ചവന് വേണ്ട ഹിജ്റ. മുഹാജിർ ഉമ്മു ഖൈസ് എന്ന പേരിൽ ചരിത്രത്തിൽ പ്രശസ്തനായ ഒരു മനുഷ്യൻ, ഹിജ്റയുടെ വേളയിൽ അദ്ദേഹം ഹിജ്റ ചെയ്യുന്നത് മദീനയിൽ ചെന്നെത്തിയിട്ട് വിവാഹം കഴിക്കാൻ വേണ്ടിയാണ്. ദൃഢമായ ഈമാനിൻ്റെ ഉടമസ്ഥരായ സഹാബാക്കൾക്കിടയിൽ ഒരു മനുഷ്യന് ഇത്തരത്തിൽ ഒരു മനോവിചാരം ഒരാളിലുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ ബോധപൂർവം അവിടുന്ന് സഹാബാക്കൾക്കിടയിൽ ഇടപെടുന്നിടത്താണ് പ്രവാചകൻ ഈ വാക്ക് പറയുന്നത്. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ അവ ഇംറഅതൻ യൻകിഹുഹ. നിങ്ങളുടെ കൂട്ടത്തിൽ വിവാഹാവശ്യാർത്ഥം മദീന ലക്ഷ്യമാക്കുന്ന ആളുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മദീനയിൽ ചെന്ന് കച്ചവട വസ്തുക്കൾ വാങ്ങി അങ്ങനെ കച്ചവടാർത്ഥം ആ ലക്ഷ്യാർത്ഥം യാത്ര ചെയ്യുന്ന ആളുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളൂ. വമൻ കാനത്ത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹ അവ ഇംറഅതൻ യൻകിഹുഹ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈ. വല്ലവൻ്റെയും ഹിജ്റ ഭൗതികമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണെങ്കിൽ, അത് സംരക്ഷിക്കലാണെങ്കിൽ അവൻ്റെ ഹിജ്റ പരിഗണിക്കപ്പെടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവ മുഹൂർത്തത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. അതാണ് ചരിത്രം നമ്മോട് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ 3 വർഷം മാത്രമേ രഹസ്യപ്രബോധനം നടത്തിയുള്ളൂ. ഏതാണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയും തൻ്റെ ഇസ്ലാം സ്വീകരണം പകൽ വെളിച്ചത്തിൽ കഅബ ഷരീഫിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ധൈര്യസമേതം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണം തുറന്നു പ്രഖ്യാപിക്കുകയും ആളുകൾ അന്ന് മുതൽ പരിശുദ്ധ കഅബാലയത്തിൽ പരസ്യമായി ഇബാദത്തുകൾ നിർവഹിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ബാക്കി 10 വർഷവും അന്ന് മുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ടാണ് ആളുകളോട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മുതലാണോ ജനങ്ങളോട് ദീൻ പരസ്യമായി പറയാൻ തുടങ്ങിയത്, അന്ന് മുതൽ മക്കയുടെ ആളുകൾ, മക്കയിലെ ഖുറൈശികൾ ശക്തമായ പീഡനമുറകൾ വിശ്വാസ സമൂഹത്തിന് നേരെ അഴിച്ചുവിട്ടു.
ഏറ്റവും വലിയ പീഡനമുണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് റസൂലിൻ്റെ അവിടുന്ന് പ്രബോധനത്തിൻ്റെ 5ഉം 6ഉം 7ഉം വർഷത്തിലാണ്. ആ ഹിജ്റയുടെ പാരമ്യതയെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. അവരുടെ കൺമുമ്പിൽ വെച്ചാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ രക്തസാക്ഷിയാവുന്നത്. യാസർ റളിയല്ലാഹു തആല അൻഹു കൊല ചെയ്യപ്പെടുന്നത്, രക്തസാക്ഷിയാവുന്നത്, ധീരമരണം വരിക്കുന്നത് ആ സന്ദർഭത്തിലാണ്. പവിത്രമായ കഅബയുടെ ഉള്ളിൽ ഹാരിസ് ബിൻ ഹാലയുടെ കഴുത്തറുത്ത് കഅബയിൽ കൊണ്ടുപോയി ഇടുന്നത്, മത്താഫിൽ കൊണ്ടുപോയി ഇടുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരസ്യ പ്രബോധനത്തിന്റെ സന്ദർഭത്തിലാണ്. നിഷ്ഠൂരമായ പീഡനങ്ങൾ നടക്കുന്ന സന്ദർഭം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സഹാബത്തിനോട് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരുന്നില്ല യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് പറയുന്നത്. സുമയ്യ കൊല്ലപ്പെടുന്നു, യാസർ കൊല്ലപ്പെടുന്നു, ഹാരിസ് ബിൻ ഹാലയെ മത്താഫിൽ കൊണ്ടുപോയി കഴുത്തറുത്തിടുന്നു. നിഷ്ഠൂരമായ പീഡനങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെ നടക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞതല്ല, ജീവനിൽ കൊതിയുള്ളവർ നിങ്ങൾ ഓടി മദീനയിലേക്ക് പോകണം എന്ന് പറഞ്ഞ സന്ദർഭമല്ല അത്. നമ്മളൊക്കെ മദ്രസയിൽ ഹിജ്റയെക്കുറിച്ച് പഠിക്കുന്നിടത്ത് നമ്മൾ പഠിച്ച ഒരു പാഠമുണ്ട്. തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമല്ല ഹിജ്റ. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞേക്കേണ്ടുന്നത് പീഡനങ്ങളാൽ പരിക്ഷീണനായ ബിലാൽ ഇബ്നു റബാഹിനെയായിരുന്നു. ആദ്യം ഹിജ്റയ്ക്ക് പറഞ്ഞയക്കേണ്ടുന്നത് പീഡന പർവ്വങ്ങൾ ശരീരത്തിലേൽപ്പിച്ച ആഘാതം കാരണം ശരീരത്തിൽ മുതുകിന്റെ ഭാഗം മുഴുവൻ ഗുഹ പോലെ കുഴിഞ്ഞുപോയ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയുടെ ആദ്യ സന്ദർഭത്തിൽ പറഞ്ഞയക്കേണ്ടത്, ഖബ്ബാബെ ഓടി രക്ഷപ്പെട്ടോളൂ ജീവനിൽ കൊതിയുണ്ടെങ്കിലെന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ എത്രമാത്രം ആസൂത്രിതമായിരുന്നുവെന്ന്, ഒരു കർമ്മ പദ്ധതിയായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ആദ്യത്തെ ഹിജ്റയിൽ പ്രവാചകൻ ആരെയൊക്കെ പറഞ്ഞു വിട്ടു എന്ന ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചാൽ മതി. ഒന്നാമത്തെ ഹിജ്റയ്ക്ക് ആരൊക്കെ പോകണമെന്ന് റസൂൽ തീരുമാനിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തതെന്ന് അറിയുമോ? മക്കയിലെ ഏറ്റവും പ്രശസ്തരായ കുടുംബങ്ങളെ വിളിച്ച് ആ കുടുംബങ്ങളിലെ പ്രതിനിധികളെ പ്രവാചകൻ വിളിച്ചു വരുത്തി. ആളുകളോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന രാഷ്ട്രാന്തരീയ വിഷയങ്ങളിൽ വലിയ പാഠവമുള്ള സമ്പത്തുള്ള ശത്രുക്കൾ ചോദ്യം ചെയ്യാൻ വന്നാൽ നീ ആരാട് എന്ന് ചോദിച്ചാൽ ഞാനാണ് എന്ന് ആണത്തത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുകൂട്ടി. അങ്ങനെയാണ് ഹാഷിം കുടുംബത്തിൽ നിന്ന് ജഅഫർ ബിൻ അബി ത്വാലിബ് നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയി ഉഗ്രഭാവത്തിൽ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നുണ്ട് ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അബ്ദു ഷംസിൽ നിന്ന് അബൂ ഹുദൈഫത്തുൽ യമാൻ സാഹിബു സിർരി റസൂലില്ല, പ്രവാചകന്റെ രഹസ്യങ്ങളുടെ മുഴുവൻ കലവറയായിട്ടുള്ള മഹാനായ സഹാബി വര്യൻ. ബിർ റൂമയടക്കം ഇസ്ലാമിക സമൂഹത്തിനു വേണ്ടി സമ്പത്ത് വാരിച്ചെലവഴിച്ച ബനു ഉമയ്യയുടെ പ്രതിനിധി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അസദ് കുടുംബത്തിൽ നിന്ന് സുബൈർ ഇബ്നുൽ അവ്വാം, രാഷ്ട്രീയ വിചക്ഷണനായിട്ടുള്ള പ്രവാചക സഹാബി. ബനു അബ്ദുദ്ദാറിൽ നിന്ന് മിസ്അബ് ഇബ്നു ഉമൈർ, മക്കയുടെ സുഗന്ധമായിരുന്നു, ഒരുപക്ഷെ മക്കയുടെ യൗവന സൗന്ദര്യത്തിന്റെ മാതൃകയെന്ന് മക്കക്കാർ വിശേഷിപ്പിച്ചിരുന്ന വലിയ പണത്തിന്റെ സമ്പത്തിന്റെ മടിത്തട്ടിൽ വളർന്ന മഹാനായ മിസ്അബ്. ബനു സഹറയിൽ നിന്ന് ഗനിയ് എന്ന് സമൂഹമധ്യ പരക്കെ അറിയപ്പെട്ടിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. ഇത്തരം ആളുകളെയാണ് റസൂൽ ആദ്യത്തെ ഹിജ്റയ്ക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്നത്. ആ നാട്ടിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ, ബുദ്ധിജീവികൾ, രാഷ്ട്രീയാന്തരീയ വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിയുന്ന സഹാബാക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അമ്മാറിനെ ആയിരുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് പറഞ്ഞു വിട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. അമ്മാറും ബിലാലും അടങ്ങുന്ന പീഡിപ്പിക്കപ്പെടുന്ന ആ സമൂഹം പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല, മറിച്ച് ആ പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈമാനിന്റെ ദൃഢതയാർജിച്ച ആ മനുഷ്യർ ഇസ്ലാമിനെ പറിച്ചു നടാൻ പറ്റുന്ന ഒരു ഭൂമി, അവർക്ക് അനുകൂലമായ ഒരു ഭൂമി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ പ്രതിസന്ധികളിൽ അവർ പരുവപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബോധപൂർവം തീരുമാനിച്ചതിൻ്റെ അനന്തരഫലമാണ് അവരൊക്കെ അവിടെ നിർത്തിയിട്ട്
പ്രവാചകൻ ചില ആളുകളെ സെലക്ട് ചെയ്ത് ഹിജ്റയ്ക്ക് വേണ്ടി അവിടുന്ന് അയച്ചത്. അതൊരിക്കലും ഒരു പേടിച്ചോട്ടമായിരുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ്റെ സ്വത്തും ജീവനും അപകടത്തിലാവുമ്പോൾ നിങ്ങൾ ഒളിച്ചോടിപ്പോകണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ദീനാണോ? അതുകൊണ്ടാണ് സഹാബിയായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം വന്നിട്ട് തൻ്റെ പുറത്ത് ഖുറൈശികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പീഡന പർവ്വത്തിൻ്റെ പാടുകൾ പ്രവാചകനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എൻ്റെ പുറം നോക്കൂ നബിയെ, അവിടെ നിന്നും ചലമൊലിക്കുന്ന വ്രണങ്ങളുണ്ട് പ്രവാചകരെ, എൻ്റെ മുറിപ്പാടുകൾ താങ്കൾ കാണുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് ഖബ്ബാബ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ അവസാനത്തെ വാചകം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ ഞങ്ങൾക്ക് വേണ്ടി താങ്കളൊന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? പീഡനത്തിൽ പ്രയാസപ്പെട്ട് അതിൻ്റെ പാരമ്യതയിലെത്തിയ ഖബ്ബാബിന്റെ ചോദ്യം പ്രവാചകന്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ടോ അമ്മാർ, നിന്റെ ശരീരവും സ്വത്തും രക്ഷപ്പെടാനുള്ള സന്ദർഭമാണിത് എന്ന് പറയുകയായിരുന്നില്ല നബി. കാരുണ്യത്തിന്റെ പ്രവാചകൻ ആ മുറിവുകൾ നോക്കിക്കൊണ്ട് പറഞ്ഞത്, അവിടെ നിന്റെ കണ്ണിൽ നിന്ന് ഖബ്ബാബിനെ കണ്ടപ്പോൾ ഒരിറ്റ് കണ്ണുനീര് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വീഴാതെ അവിടുന്ന് പറഞ്ഞത്, ഖദ് കാന ലക്കും ഖദ് കാന മിൻ ഖബ്ലിക്കും യുഖദുർ റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജഅലു ഫീഹാ സുമ്മ യുഅ്താ ബിൽ മിൻഷാർ. ഇതല്ല അമ്മാർ ഖബ്ബാബ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ പ്രഹരങ്ങൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞുപോയ ഒരു തലമുറ, ഖദ് കാന മിൻ ഖബ്ലിക്കും യുഖദുർ റജുൽ, നിങ്ങൾക്ക് മുമ്പ് ഒരു തലമുറ ഉണ്ടായിരുന്നു. ഈ ദീനിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, ഇസ്ലാമിനെ ആദർശമായി സ്വീകരിച്ചതിന്റെ പേരിൽ, ദീനിന്റെ മാർഗത്തിൽ അവർ അനുഭവിക്കേണ്ടി വന്ന കെടുതികളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഒരു വലിയ കുഴിയുണ്ടാക്കി, അരയോളം പോന്ന ഒരു കുഴിയുണ്ടാക്കി ഒരു മനുഷ്യനെ അതിൽ ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളുകൾ കൊണ്ട് ശരീരം മുറുകെ നെടുകെ പിളർത്തി രണ്ടായി വിഭജിച്ചിരുന്ന ഒരു പൂർവിക തലമുറയുടെ കഥ ഞാൻ പറഞ്ഞു തരട്ടെ ഖബ്ബാബ്. ചില ആളുകൾ അവരുടെ കാലുകൾ കുതിരയിൽ കെട്ടി ഇരുവശങ്ങളിലേക്കും വലിച്ചു കീറുന്ന മാത്രയിൽ അവരുടെ ഇസ്ലാമിനെ പരീക്ഷിക്കപ്പെട്ട ഒരു സാഹചര്യം കഴിഞ്ഞു പോയിട്ടുണ്ട്. വലാകിന്നകും തസ്തഅജിലൂൻ, ഖബ്ബാബ് അത്രയൊന്നും നിങ്ങളായിട്ടില്ല, നിങ്ങൾ ധൃതി കാണിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഖബ്ബാബിനോട് പറയുന്ന ഒരു മറുപടിയിലുണ്ട്. എന്തായിരുന്നു പ്രവാചകന്റെ ഹിജ്റ എന്നുള്ളത്? പ്രതിസന്ധികളെ വിശ്വാസി സമൂഹം അഭിമുഖീകരിക്കാൻ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒന്നാമത്തെ ഹിജ്റയിൽ പാവപ്പെട്ട അടിമകളില്ലാതെ പോയത്. രണ്ടാമത്തെ ഹിജ്റയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാമത്തെ ഹിജ്റയുടെ കാരണം പീഡനമായിരുന്നുവെങ്കിൽ അത് നടക്കേണ്ടിയിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രബോധനത്തിന്റെ 5, 6, 7 വർഷങ്ങളിൽ നടക്കേണ്ടിയിരുന്നു. എപ്പോഴാണ് പിന്നെ ഹിജ്റ ഉണ്ടാവേണ്ടുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പാഠം നമ്മൾ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയെ വളർത്തുന്നത് ചില ഘട്ടങ്ങളിലൂടെയാണ്. ഹിജ്റയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഏറ്റവും നല്ല പാഠവും അതാണ്. വിശ്വാസിയെ പടച്ചവൻ വളർത്തിയെടുക്കുന്നത് ചില ഘട്ടങ്ങളിലൂടെ ആ മനുഷ്യനെ നടത്തിക്കൊണ്ടാണ്. ഒന്നാമത്തെ ഘട്ടം ബിനാഉൽ ഇൻസാൻ അസ്സാലിഹ്, നല്ല വ്യക്തികൾ ഈ സമൂഹത്തിൽ മുസ്ലിം സൊസൈറ്റിയിൽ ഉണ്ടാവണം എന്നതാണ് ഹിജ്റ നൽകുന്ന ഒന്നാമത്തെ പാഠം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്റെ 13 വർഷത്തെ മക്കയിലെ ജീവിതം നല്ല കരുത്തുറ്റ മനുഷ്യരെ, ഈമാനികമായ ബലമുള്ള മനുഷ്യരെ, വ്യക്തികളെ സൃഷ്ടിക്കലായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വർഷക്കാലം മക്കയിലെടുത്ത പണി. നല്ല കുടുംബം രൂപപ്പെടുക, നല്ല കുടുംബങ്ങളിലൂടെ, നല്ല വ്യക്തികളിലൂടെ നല്ല കുടുംബം രൂപപ്പെടുക, ആ കുടുംബം ഒരു സമൂഹത്തിൽ ലയിച്ചു ചേരുക എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ മനുഷ്യക്കൂട്ടത്തെ നന്മയിൽ വളർത്തപ്പെട്ട ഈമാനിന്റെ ദൃഢതയാൽ ഊട്ടപ്പെട്ട വ്യക്തികളെ ഒരുക്കുക എന്നതായിരുന്നു പ്രവാചകന്റെ 13 വർഷത്തെ അവിടെ നിന്റെ മക്കയിലെ ജീവിതം. നബി പറഞ്ഞാൽ പറഞ്ഞെടുത്തു വരുന്ന, വിളിച്ചാൽ വിളിച്ചയിടത്തു വരുന്ന, നബി പറഞ്ഞാൽ അതനുസരിക്കുന്ന ആദർശമുള്ള, ആദർശബോധമുള്ള, ശിർക്കിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള തലമുറ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ശിർക്കിനെ എത്ര വെറുത്തിരുന്നു എന്നതിൻ്റെ സൂചന നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു. കലണ്ടറിൻ്റെ മാനദണ്ഡമായി പ്രവാചകന്റെ ജന്മദിനവും
പ്രവാചകന്റെ വിയോഗവും രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഒരു വീരാരാധനയ്ക്കും ദീനിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ അതേ ഉമർ ഹജറുൽ അസ്വദിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത്, ഇന്നക ഹജറുൻ, നീ ഒരു കല്ല് മാത്രമാണ്. ഒരു തരത്തിലുള്ള ദൈവീകതയും ഒരു തരത്തിലുള്ള സങ്കല്പവും നിന്റെ വിഷയത്തിൽ ഞങ്ങൾക്കില്ല. പ്രവാചകൻ തവാഫ് ചെയ്യുന്നിടത്ത് ഞങ്ങൾ തവാഫ് ചെയ്യുന്നു എന്ന പ്രത്യേകത ഒഴിച്ച് നിനക്കൊരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്ന മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉള്ളിൽ ശിർക്കിനെ അത്രയധികം വെറുത്ത, ഈമാനിനെ അത്രയധികം ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള ഒരു മനുഷ്യക്കൂട്ടത്തെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ യഥാർത്ഥത്തിൽ അവിടുന്ന് സൃഷ്ടിച്ചത്. ദീനിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ പറഞ്ഞാൽ ആ സന്നദ്ധതയുള്ള ഒരു തലമുറയെ പ്രവാചകൻ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കൂ, 13 വർഷത്തെ പരുവപ്പെടുത്തലിന് ശേഷം അതിൻ്റെ ഇടയിൽ അത്യാവശ്യത്തിന് കാര്യബോധവും പ്രാപ്തിയുമുള്ള മനുഷ്യരെ, ഈമാനിക ദൃഢതയുള്ള മനുഷ്യരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് പറഞ്ഞയച്ചപ്പോൾ, ഹിജ്റയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ കൈവീശിക്കൊണ്ട് ധൈര്യസമേതം 360 കിലോമീറ്റർ ദൂരെയുള്ള ഒരു നാട്ടിലേക്ക് സ്വരുക്കൂട്ടി വെച്ച സകലതും വലിച്ചെറിഞ്ഞിട്ട് പോകാൻ വേണ്ടി അവർക്ക് ധൈര്യം വന്നത് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തികളിലേക്കുള്ള അവിടുന്നിന്റെ സന്മാർഗ ദർശനത്തിന്റെ പാഠങ്ങളായിരുന്നു, അതിൻ്റെ പ്രചോദനമായിരുന്നു കയ്യും വീശി പോകാൻ അവർക്ക് പ്രേരണമായത്. എന്ത് ഇട്ടേച്ച് പോകണമെന്ന് റബ്ബ് പറഞ്ഞാൽ അതെന്ത് വേണ്ടാന്ന് വെക്കണമെന്ന് സഹാബത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അള്ളാഹു ഞങ്ങൾക്കത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ വേണ്ടാത്തതിനെ തീരുമാനിക്കാനുള്ള ധീരമായ നിലപാടിലൂടെയാണ് അവർ ഹിജ്റയ്ക്ക് പുറപ്പെടുന്നത്. അങ്ങനെയാണ് ഒന്നാമത്തെ ഘട്ടം, അതാണ് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നല്ല മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക. ഇവിടെ രണ്ടാമതൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നാം ഒരാൾക്ക് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെതല്ലാത്ത നിയമങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടരുത് എന്ന ബോധ്യമുണ്ടാക്കി കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഭൂമികയുടെ ആവശ്യമാണ്. രണ്ടാമത്തെ പ്രശ്നം, നല്ല മനുഷ്യരെ സൃഷ്ടിച്ച് ആ നല്ല മനുഷ്യർക്ക് മേയാൻ പറ്റുന്ന ഇടമേത് എന്നതിൻ്റെ ഒന്നാമത്തെ അന്വേഷണമായിരുന്നു പ്രവാചകന്റെ അൽ ഹിജ്റത്തു ഇലാ അബ്സീനിയ, അബ്സീനിയയിലേക്കുള്ള പ്രവാചകന്റെ ഒന്നാമത്തെ ഹിജ്റ. രണ്ടാമത്തെ അന്വേഷണമായിരുന്നു മദീനത്തുൽ മുനവ്വറയിലേക്കുള്ള റസൂലിന്റെ ഹിജ്റ എന്ന് പറയുന്നത്. തങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസത്തെ നടപ്പിൽ വരുത്താൻ ഒരു ലോകമുണ്ടാവണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കാത്തിരിക്കുന്നത് എത്രമേൽ ആസൂത്രണ വൈഭവത്തോടു കൂടിയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയും, സ്വതന്ത്രമായി ഇബാദത്തുകൾ നിർവഹിക്കാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായിരിക്കെ ആ ഇബാദത്തുകളുടെ വിഷയത്തിൽ പോലും നമുക്ക് വൈമനസ്യവും ലാഘവത്വവും സംഭവിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹിജ്റ പോയിട്ട് നമ്മുടെ ഇസ്ലാമീകരണം പോലും എത്രത്തോളം സാധ്യമാവുന്നുണ്ട് എന്ന് നമ്മൾ ഒന്ന് ഹിജ്റ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇസ്ലാമിനെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന അനുകൂല സാഹചര്യം മുസ്ലിമായിരിക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നത് നമ്മുടെ ഇസ്ലാമിനെ, നമ്മുടെ ഇസ്ലാമിയത്തിനെ എത്ര കൃത്യമായി ബാധിക്കുന്നുണ്ട് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തീരുമാനം അതായിരുന്നു. വ്യക്തികളുടെ അഖീദ സ്ഥിരപ്പെട്ടാൽ, ഉമർ റളിയല്ലാഹു തആലയെ പോലെ 1000 ആണൊരുത്തന്മാർ ഈ സമൂഹത്തിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ പറ്റുന്ന ഒരിടമുണ്ടാവണം, ആ ഇടം തേടിയുള്ള അന്വേഷണം ഉണ്ടാവണം. അതിൻ്റെ ഒന്നാമത്തെ അന്വേഷണമായിരുന്നു അബസീനിയ, രണ്ടാമത്തെ അന്വേഷണമായിരുന്നു പ്രശോഭിതമായ മദീന നഗരി. രണ്ടാമത്തെ ഘട്ടമാണ് അവിടെ ഉണ്ടാവുന്നത് ബിനാ ഉദ്ദൗലത്തിൽ ഇസ്ലാമിയ, ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്ഥാപനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിർവഹിച്ചത്. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കെട്ടിപ്പടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആ ഒരു ലക്ഷ്യത്തിലാണ് റസൂൽ അവിടെ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തുമ്പോൾ അവർ 300-ൽ അധികം ആളുകളെ പ്രവാചകന് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളൂ. മദീനയിലെ ഭരണം എന്നിട്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കരങ്ങളിലായിരുന്നു. അധികാരത്തിന്റെ പേരിൽ കടിപിടി കൂടിക്കൊണ്ടിരുന്ന ഔസും ഖസ്റജും ഉണ്ടായിരിക്കെ റസൂലിന് മദീനയുടെ കൃത്യമായ അധികാരം പുണ്യ റസൂലിന്റെ കയ്യിൽ വരുന്നു.
റസൂല് പറഞ്ഞാൽ അനുസരിക്കുന്ന, കേൾക്കുന്ന, ഇസ്ലാമിക വിശ്വാസത്തിന് അനുസൃതമായി ചരിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഒരു സഹാബിയുടെ വിയർപ്പ് അതിന് ഹിജാസിന്റെ സുഗന്ധത്തെക്കാൾ വലിയ സുഗന്ധമുണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തിയ സഹാബിയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പാവം മനുഷ്യൻ രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഈന്തപ്പന തോട്ടങ്ങൾക്കിടയിലൂടെ വീട് വീടാന്തരം കയറി ലഘുലേഖകൾ കൊടുത്ത് കറങ്ങി നടക്കുന്ന മിസ്അബ് ഇബ്നു ഉമൈറിനെ ചരിത്രത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് പ്രവാചകന്റെ അടുക്കൽ വരുമ്പോ, താങ്കൾ സർവാഡംബര വിഭൂഷിതനായി സുഗന്ധപൂരിതമായി നടന്ന ഒരു മനുഷ്യന്റെ പേക്കോലമാണോ ഞാൻ ഈ കാണുന്നത് എന്ന് പരിതപിക്കുന്നുണ്ട് പ്രവാചകൻ. മദീനയെ ഇത്രയധികം പ്രവാചകന് മദീനത്തുർ റസൂലാക്കാൻ പണിപ്പെട്ട ഒരു സഹാബിയുടെ അധ്വാനത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൻ മനസ്സിലാക്കിയ ദീനിനെ എങ്ങനെ സമൂഹത്തിന് പകർന്നു കൊടുക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃക മഹാനായ മിസ്അബിലുണ്ട്. എല്ലാം കിട്ടിയിരുന്ന മിസ്അബ് അദ്ദേഹം മരണപ്പെടുന്ന സന്ദർഭത്തിൽ, അദ്ദേഹം ഷഹീദാകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനെ പുതപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ കഫൻ പുടവ പോലും തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വർഗീയമായ അവസാനത്തിന് ഭൗതികമായ ഒരു തുണിക്കഷ്ണം പോലും അദ്ദേഹത്തിന് മതിയായില്ല എന്ന പാഠമായിരുന്നു യഥാർത്ഥത്തിൽ മിസ്അബ് ഇബ്നു ഉമൈർ എന്ന ധീരനായ മനുഷ്യനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം സ്വാധീനം ആ സഹാബിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിജ്റയിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഏറ്റവും വലിയ പാഠം, നാം മുസ്ലിമാണ് എങ്കിൽ, ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഇസ്ലാമിനെ ആളുകളിലേക്ക് എത്ര കൃത്യതയോടുകൂടി ഒരു പരിമളം കണക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആദർശത്തെ അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള ഭൂമി അന്വേഷിച്ചുകൊണ്ടുള്ള അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു പ്രവാചകന്റെ ഹിജ്റ. അതൊരിക്കലും ഒരു പലായനമായിരുന്നില്ല, അതൊരിക്കലും ഒരു ദേശപരിത്യാഗമായിരുന്നില്ല, അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല, ജീവനിൽ കൊതികൊണ്ടുള്ള ഓട്ടമായിരുന്നില്ല. നമ്മുടെ ഹറാമുകളുടെ ജീവിത പരിതസ്ഥിതിയിൽ നിന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അനുസരണയിലേക്കുള്ള ചുവടുമാറ്റമായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ. നമുക്ക് ഏതൊക്കെ പാപകർമ്മങ്ങളിൽ അഭിരമിക്കുന്നു എന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയധികം ഹിജ്റകൾ നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തന്നെ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് തന്നെ എത്ര ഹിജ്റകൾക്ക് നമ്മൾ തുടക്കമിടണം. തിന്മകളിൽ നിന്ന് നന്മകളിലേക്കുള്ള പറിച്ചുനടിയിൽ അതൊരു ഹിജ്റയാണ്. അധാർമികമായ ജീവിത വ്യവസ്ഥകളിൽ നിന്ന് ഇസ്ലാമിൻ്റെ വ്യവസ്ഥിതിയെ പുൽകാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം, അത് ഹിജ്റയുടെ മറ്റൊരു ഭാഗമാണ്. ഒന്നാലോചിച്ച് നോക്കൂ, സ്വാഭാവികമായി മക്കയിൽ അത്തരം അനുകൂലമായ സാഹചര്യം ഹൃദയത്തിൽ മാത്രം സൂക്ഷിച്ചിരുന്ന സഹാബാക്കൾക്ക് അത്തരമൊരു പരിതസ്ഥിതി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. വിഗ്രഹങ്ങളുണ്ടായിരുന്ന കഅബയാണ് മക്കയിലുണ്ടായിരുന്നത്. വീടിൻ്റെ വെളിയിലിറങ്ങിയാൽ അബൂജഹലുമാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു ആ സമൂഹത്തിലുണ്ടായിരുന്നത്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ പറ്റുന്ന സുശക്തമായ ഭരണ സംവിധാനമായിരുന്നു മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ദീനനുസരിച്ച് ജീവിതം സാധ്യമാകുന്ന ഭൂമിക അന്വേഷിച്ചുകൊണ്ടുള്ള ഏറ്റവും ആസൂത്രണപരമായ പ്രവാചകന്റെ നടപടിക്രമമായിരുന്നു, ഒരു പ്രൊജക്റ്റായിരുന്നു യഥാർത്ഥത്തിൽ ഹിജ്റ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പീഡനങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായി ഹിജ്റയെ വിലയിരുത്തുന്ന ചർച്ചകൾ നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആത്മവിപുലീകരണത്തിന്റെ ഹിജ്റ, ജീവിതത്തെ ഇസ്ലാമീയത്താക്കി മാറ്റേണ്ടുന്ന ഇസ്ലാമീകരണത്തിന്റെ ഹിജ്റയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നടത്തേണ്ടുന്നത്. ഹിജ്റയുടെ വർഷത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ചരിത്ര സന്ദേശം എന്ന് പറയുന്നത്, തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്കുള്ള ഹിജ്റ മുതൽ നമ്മുടെ ഹിജ്റയുടെ പാഠങ്ങൾ നമ്മൾ തുടങ്ങട്ടെ, നമ്മുടെ ഹിജ്റയുടെ പ്രയാണങ്ങൾ നമ്മൾ നടത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ഈമാനോടുകൂടി, ജിഹാദോടുകൂടി, ഹിജ്റയോടുകൂടി, ഈമാനും ജിഹാദും ഹിജ്റയും പൂർണ്ണമാവുന്നിടത്താണ് ഒരാളുടെ ഇസ്ലാമിക പ്രതിനിധാനം പൂർണ്ണമാവുന്നത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പശ്ചാത്തലങ്ങളെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുവാനും ഇസ്ലാമിലെ ഹിജ്റയെയും ജിഹാദിനെയും ഈമാനിലെയും ഇസ്ലാമിൻ്റെ സ്വർഗത്തെയും നരകത്തെയും ഒക്കെ
അതിൻ്റേതായ അർത്ഥതലങ്ങളിൽ കൂടി മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിക പ്രതിനിധാനം നിർവഹിക്കാൻ പടച്ചോൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.